മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനന്തു ആണെങ്കിൽ സത്യങ്ങളെല്ലാം വാമദേവനോട് വിളിച്ചു പറഞ്ഞതിന് ശേഷം അതിൻ്റെ പേരിൽ പണം സമ്പാദിക്കാൻ, അതായത് അനന്തു പറഞ്ഞ് താൻ സത്യങ്ങൾ അറിഞ്ഞതാണ്, അപ്പം ഈ കാര്യങ്ങൾ കണ്ണനിൽ നിന്നും മറച്ചു വെക്കണമെങ്കിൽ താൻ ആവശ്യപ്പെടുന്ന പൈസ തന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് വാമദേവൻ മഹാലക്ഷ്മിയിൽ നിന്നും നല്ല പൈസയും സമ്പത്തും നേടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് മനസ്സിലാക്കി കരുണയും കൂട്ടുനിന്ന് അതിൻ്റെ ഒരു പങ്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചതാണ്. അതായത് മഹാലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കണ്ണനോട് സത്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി അവർ ചോദിക്കുന്ന പൈസ കൃത്യമായിട്ടും കൊടുക്കണം. അങ്ങനെ ഭീഷണിപ്പെടുത്തിയ കരുണയ്ക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് മഹാലക്ഷ്മിയും കണ്ണനും പറയുന്ന ആ കാര്യങ്ങൾ അച്ചട്ടായിട്ട് പാലിച്ചാൽ മാത്രമേ കമലേശ്വരം തറവാട്ടിൽ ഉണ്ണിയുടെ ഭാര്യയായി അവിടെ തുടരാൻ പറ്റൂ. പക്ഷേ വാമദേവൻ്റെ കൊടും ചതി മഹാലക്ഷ്മിക്കോ അതുപോലെ കണ്ണനോ അറിയാത്തത് കൊണ്ട് തൽക്കാലം വാമദേവന് ഒരു തിരിച്ചടിയും കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം. പ്രതാപനും കരുണയും വിളിച്ച് ഓരോ കുത്തുവാക്കുകൾ പറയുന്നതല്ലാതെ മറ്റൊരു ശിക്ഷ എന്ന രൂപത്തിൽ കണ്ണനും മഹാലക്ഷ്മിയും അനന്തവും ലേഖയും മാർക്കോയും ഒന്നും വാമദേവന് ശിക്ഷ വിധിച്ചിട്ടില്ല. എന്തായാലും ഉണ്ണിക്കും ദുർഗയ്ക്കും ഒരു കാര്യം ഉറപ്പാകുന്നുണ്ട്. അങ്ങനെ കരുണ മഹാലക്ഷ്മിയും കണ്ണേട്ടനും പറയുന്നത് അനുസരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ മറ്റെന്തോ വലിയ സംഭവം തന്നെ നടന്നിട്ടുണ്ട്. എൻ്റെ ഭാര്യ വെറും ഒരു അടുക്കളക്കാരിയായി ജോലി ചെയ്യാനാണ് ഇവിടെ വന്നതെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴത്തേക്കും തക്ക മറുപടി മഹിയും കൊടുക്കുന്നു. കിച്ചണിലെ ഡ്യൂട്ടിയും അതുപോലെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൃത്യസമയത്ത് ചെയ്യാൻ ഇന്ന് വരെ സ്വന്തം വീട്ടിൽ ഒരു പാത്രം പോലും കഴുകി വെക്കാത്ത കരുണയ്ക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ലാഗ് അടിക്കുന്നത് കണ്ടിട്ട് മഹിയാണെങ്കിൽ തക്ക താക്കീത് കൊടുക്കുന്നു. എല്ലാത്തിനും ഞാനൊരു ചാർട്ട് തന്നിട്ടില്ലേ, ആ ജോലികൾ ആ സമയത്തിനുള്ളിൽ തന്നെ ചെയ്തു തീർക്കണം. ഇന്നും കൂടി ഞാൻ ഇതൊക്കെ പറഞ്ഞു തരൂ, നാളെ മുതൽ ഇത് തന്നെ ആവർത്തിക്കാനോ ഉദ്ദേശമെങ്കിൽ ഇങ്ങനെയായിരിക്കില്ല ഞാൻ പെരുമാറുന്നത്, ഓർത്തോ എന്നൊക്കെ പറഞ്ഞ് മഹി ഭീഷണിപ്പെടുത്തി പോകുമ്പോഴത്തേക്കും കരുണ ദേഷ്യം പിടിച്ചിട്ട് വാമദേവനെ വിളിക്കുന്നുണ്ട്. എനിക്കിനി ഒരു നിമിഷം ഇങ്ങനെ അടിമപ്പണി ചെയ്യാൻ പറ്റില്ല, എന്നെ അവളിട്ട് പെടാപ്പാട് പെടുത്തിക്കുക, എനിക്കിങ്ങനൊരു ജീവിതത്തിനേക്കാളും നല്ലത് ഭർത്താവില്ലാതെ എൻ്റെ വീട്ടിൽ തന്നെ പോയി നിൽക്കുന്നതാ എന്നൊക്കെ പറയുമ്പോൾ മോള് വിഷമിക്കേണ്ട, നമുക്ക് എന്തായാലും ഇതിനൊരു പരിഹാരം കണ്ടെത്താം. മോളുടെ അച്ഛൻ എന്തൊക്കെയോ ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട്, അച്ഛനെയും കൊണ്ട് ഒന്നും പറ്റില്ല, പണ്ടത്തെ അച്ഛനാ ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ ഞാൻ അതൊക്കെ വിശ്വസിച്ചേനെ, അമ്മാവന് വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം മോള് വിഷമിക്കേണ്ട, ഇന്ന് തന്നെ ഞാൻ മഹിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാം എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. അതും പ്രകാരം വാമദേവനാണെങ്കിൽ മഹാലക്ഷ്മി ഫോണിൽ വിളിച്ചിട്ട് തനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം, ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം അതിനെന്താ അമ്മാവ, പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ എന്ന് തമാശയ്ക്ക് ചോദിക്കുന്നു. ഇനിയും അങ്ങനെയൊന്നും പറയില്ലേ മോളെ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, എനിക്കൊന്ന് കാണണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞ് മഹിയാണെങ്കിൽ അമ്മാവൻ വിളിച്ച് ആ സ്ഥലത്തേക്ക് ചെല്ലുന്നുണ്ട്. ഞാൻ കരുതി അമ്മാവൻ പഴയതുപോലെ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വിളിച്ചതാണെന്ന്. ഇനി അങ്ങനെയൊന്നും പറയരുത്, എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, അറിയാലോ എൻ്റെ സാഹചര്യം, എനിക്ക് ജോലിയില്ല, എൻ്റെ മോൻ കോമയിലായി കിടക്കുക, അവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ധാരാളം പണം വേണം, അപ്പോൾ കിട്ടിയ അവസരം എങ്ങനെയെങ്കിലും മുതലാക്കാം, ഒരു പെങ്കുച്ചിനെ കല്യാണം കഴിപ്പിക്കാനുണ്ട്, ഇപ്പോഴത്തെ സ്വർണ്ണവിലയൊക്കെ അറിയില്ലേ, അപ്പോൾ ഒന്നും കരുതിയിട്ടില്ല, അങ്ങനെ കുറച്ച് സ്വർണ്ണമെങ്കിലും മേടിച്ച് വെക്കാമെന്ന് വെച്ചാൽ മോളോട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്, അത് വലിയ തെറ്റായിപ്പോയെന്ന് എനിക്കിപ്പം മനസ്സിലാവുകയും ചെയ്ത്, അതിൻ്റെ പേര് നീ ആ പാവം കരുണയിട്ട് കഷ്ടപ്പെടുത്തരുത്, അതിൻ്റെ പേരിലൊന്നുമല്ല, അവളുടെ അച്ഛൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ് കണ്ണേട്ടൻ ഇപ്പം വിധിച്ചിരിക്കുന്നത്, അത് ഞാനല്ല, അതുകൊണ്ട് എനിക്ക് അതിലൊരു മാറ്റവും വരുത്താൻ പറ്റില്ല. പിന്നെ കണ്ണേട്ടൻ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കാനേ എന്നെ കൊണ്ടാകുള്ളൂ എന്ന് പറയുമ്പോൾ മോള് പറഞ്ഞാൽ ഉറപ്പായിട്ടും കണ്ണൻ ക്ഷമിക്കും. കരുണ മോളെ ദ്രോഹിക്കരുതെന്ന് പറ, അവൾ ഇന്നലെയും കൂടി എന്നെ വിളിച്ചതേ ഉള്ളൂ, ഒരുപാട് സങ്കടപ്പെട്ട് പറഞ്ഞു മോൾ അവളെ ഇട്ട് ജോലി ചെയ്യിപ്പിക്കുന്നെന്ന്, ഒരു പെൺകുട്ടിയല്ലേ, ഇന്നല്ല നാളെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ടി വരത്തില്ലേ, അതുകൊണ്ട് ഇപ്പോഴേ ചെയ്ത് പഠിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല, ഇന്ന് പെണ്ണ് ആണ് അങ്ങനെയൊന്നുമില്ല, എങ്കിലും അവൾ എന്തെങ്കിലും ചെയ്ത് പഠിക്കണം, സ്വന്തം വീട്ടിലോ മഹാറാണിയെപ്പോലെ നിന്നുകൊണ്ട് എന്നെ എൻ്റെ അമ്മയെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, അതിൻ്റെ കുറച്ച് ആകുന്നതേ ഉള്ളൂ, ഇപ്പോഴേ ഇങ്ങനെ സങ്കടപ്പെടാൻ തുടങ്ങിയാലോ, അതുകൊണ്ട് ഇത് പറയാനായിട്ട് അമ്മാവൻ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് മഹി പോകുമ്പോഴത്തേക്കും താൻ പറയുന്നതെന്നും മഹാലക്ഷ്മി അംഗീകരിക്കാൻ പോകുന്നില്ല, ഇനി കരുണ വിളിക്കുമ്പോൾ എന്ത് പറയാൻ പറ്റും, മാത്രമല്ല പ്രതാപനാണെങ്കിൽ ഇപ്പം തന്നെ കലിയിളകി നടക്കുക, ഈ ദേഷ്യത്തിന് തൻ്റെ പേരും കൂടി വിളിച്ചു പറയോ എന്നൊക്കെ പേടിച്ച് നിൽക്കുന്നു. അതേസമയം കണ്ണനും മഹിക്കും നല്ലൊരു തിരിച്ചടി കൊടുക്കാനായിട്ട് സ്വാമിജിയുടെ വേഷമൊക്കെ കെട്ടി നമ്മുടെ പ്രതാപൻ ചില ഭസ്മവും
പ്രസാദവും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ലക്ഷ്യം മറ്റൊന്നുമല്ല, കണ്ണനെയും അതുപോലെ മഹാലക്ഷ്മിയെയും ഇല്ലാണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് വരുന്നത്. ആൾമാറാട്ടം കണ്ണനും അതുപോലെ മഹാലക്ഷ്മിയും തിരിച്ചറിയുമോ അതോ പ്രതാപൻ്റെ ചതിയിൽ വീഴുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്തായാലും പ്രതാപൻ കൊടുക്കുന്ന പ്രസാദം മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മഹാലക്ഷ്മിക്ക് വലിയ ദുരന്തമായിരിക്കും വരാൻ പോകുന്നത്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഈ സമയത്ത് മുമ്പൊരിക്കൽ തന്നെ പ്രതാപൻ്റെ ചതിയിലാണ് ആ വിഷമരുന്ന് മഹിയുടെ ഉള്ളിൽ പോയത്. തോമസ് വൈദ്യരും എലിസബത്ത് ഡോക്ടറും ഒക്കെ കറക്റ്റ് സമയത്ത് അന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്തതിൻ്റെ പേര് മാത്രമാണ് കുഞ്ഞിന് യാതൊരു ആപത്തും സംഭവിക്കാതെ തിരികെ കിട്ടിയെന്ന് തന്നെ പറയാം. വീണ്ടും പ്രതാപൻ്റെ ചതി അവരിലേക്ക് നീണ്ടു കഴിഞ്ഞാൽ കണ്ണൻ എന്തായാലും പ്രതാപനെ വക വരുത്തുമെന്നുള്ള കാര്യം സംശയം വേണ്ട.